IAS-കാരെ പഠിക്കുന്നൊരു ടെക്നിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ JNU ധോൽപൂർ ഹൗസ് എന്ന് പറയുന്ന ഒരു ലൈബ്രറി ഉണ്ട്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ ആയിട്ടുള്ള സിവിൽ സർവീസ് ആസ്പിറൻസ് ഒക്കെ അവിടെ ഇരുന്നായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ ആദ്യം ഞാൻ കയറി ചെല്ലുന്ന സമയത്ത് ചില ആളുകളുണ്ടാവും ഇങ്ങനെ ഇരിക്കുന്നു, പുസ്തകം ഇങ്ങനെ പൂട്ടി വെച്ച് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പിന്നീടാണ് ഞാനത് മനസ്സിലാക്കുന്നത്, ആക്റ്റീവ് റീകോളാണ് അവർ ചെയ്യുന്നത്. നമ്മൾ ലേണിങ്ങിൽ മെമ്മറൈസേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ടെക്നിക്കാണ് ഹെർമൻ ഹെബിങ്കസിൻ്റെ ആക്റ്റീവ് റീകോൾ എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം. അപ്പോൾ നമ്മളൊരു കാര്യം പഠിച്ചതിന് ശേഷം നമ്മളത് പുസ്തകമൊക്കെ പൂട്ടി വെച്ച് അതിലെന്തൊക്കെയാണുള്ളതെന്ന് പോയിന്റ്സിൽ റീകോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇത് നമ്മുടെ മസിൽസിനെയും ന്യൂറൽ പാത്വേസിനും ഒക്കെ ഭയങ്കര സ്ട്രോങ് ആക്കി മാറ്റും. ആക്റ്റീവ് റീകോൾ ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഈ ഹാർഡായ ഒരു പ്രോസസ്സിലൂടെയാണ് ലേണിംഗ് കൂടുതൽ നടക്കുക എന്നുള്ളതാണ്. മോർ ദാൻ റീഡിങ്, അതുപോലെ വാച്ചിങ് ദ വീഡിയോസ്, ഇതൊക്കെ ഒരു പാസീവ് മെത്തേഡാണ്. പക്ഷെ എന്നാൽ ആക്റ്റീവ് റീകോൾ എന്ന് പറയുന്നത് ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ മെമ്മറൈസേഷൻ വളരെ കൃത്യമായിട്ട് നടക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഫെയ്മൻ ടെക്നിക്ക്, നമ്മൾ മുന്നേ പറഞ്ഞ ഫെയ്മൻ ടെക്നിക്കിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ആക്റ്റീവ് റീകോൾ നമ്മളൊരു മെമ്മറൈസേഷന് കൂടി ഉപയോഗിച്ചാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് നല്ലൊരു ലേണിംഗ് നേടിയെടുക്കാൻ സാധിക്കും.